ഏതൊക്കെ സൂപ്പർ ഹീറോസ്? അതെന്താ മോളെ അങ്ങനെ ചോദിച്ചേ? അതല്ല അപ്പൂപ്പ, പണ്ടത്തെ പേവറായ അപ്പൂപ്പയ്ക്ക് പേടിയായിരുന്ന 2025 ഓഗസ്റ്റ് 28 വരെ. അതെന്താ അപ്പൂപ്പ? അന്നാണ് മോളെ ലോക ചാപ്റ്റർ 1 റിലീസ്. അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് ലക്ഷ്മിയെ കണ്ടുമുട്ടിയത്. ലക്ഷ്മി അതാരാ? അപ്പൂപ്പനും അപ്പൂപ്പന്റെ സുഹൃത്തുക്കളും കൂടെ ലോക സെക്കൻഡ് ഷോയും കഴിഞ്ഞ് വെളുപ്പിന് 2 മണിക്ക് വരികയായിരുന്നു. ചിന്നക്കിടുന്ന പടമായിരുന്നോ? പഴയ പ്രേതങ്ങളൊക്കെ പിടിച്ച് ഇപ്പോഴത്തെ സൂപ്പർ ഹീറോസ് ആക്കി വെച്ചേക്കുക. ശരിക്കും ഈ പ്രേതങ്ങളൊക്കെ ഇപ്പോഴും നമുക്കിടയിലൊക്കെ കാണൂലേ? നീ ഏത് കാലത്തിലാണ് ജീവിക്കണത്? ഇക്കാലത്താണ് പ്രേതം, അതും ഈ ദുബായില്. ഒന്ന് വിളിച്ചോണ്ട് പോയാടാ അവനെ ഒന്ന്. അല്ലടാ, അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് പലപ്പോഴായിട്ടും തോന്നിയിട്ടുണ്ട്. കേട്ടാ, അതുകൊണ്ടാ പറഞ്ഞ് നമ്മളറിയാത്ത പല സത്യങ്ങളും നമുക്കിടയിൽ തന്നെ ഉണ്ട്. സത്യമല്ല നോടാ, ഇവിടെ ഒരു പ്രേതമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ഇനി എങ്ങനെ ഒരു പ്രേതം ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഒരു പേടിയുമില്ല. നീ പേടിക്കണ്ടാ, പാടാ. ആ പോടാ. എടാ എന്ത് നോക്കിക്ക അടിച്ചിട്ട് നേരത്തെ കിടന്നു. ഇത് ബെഡ് തന്നെയല്ലേ? ആരാണോ ഈ പാതിരാത്രിക്ക്? നാരികളൊന്നും തുറക്കേയില്ല. ആ അതേ വരുന്ന്. ആരാ? മൊത്തത്തിൽ മീലാണല്ലോ. എടാ, ഞാൻ ഇന്നലെ വെള്ളമടിച്ച് ഓഫായി കിടന്നല്ലടാ അവിടെ. പേടിച്ച് ബോധം കെട്ടി കിടന്നതാ. ഞാൻ ഇന്നലെ അവിടെ ഒരു രൂപം കണ്ടടാ. കണ്ടാ? ഞാൻ പറഞ്ഞില്ലേ എന്തായി? ഒന്ന് പോടാ, നിനക്ക് തോന്നിയേ? അല്ലടാ, ഞാൻ കണ്ടതാ. ഒരു പെണ്ണ്. അത് ഇവിടെ മാത്രമല്ല, ആ മരത്തിന്റെ ചോട്ടിലും. പെണ്ണ? അങ്ങനെ പെണ്ണുണ്ടെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം. ശരിയാ, ഞങ്ങൾ കാണണം. വിളി. അങ്ങനെ വിളിച്ചതൊന്നും പറയത്തില്ല. അതിനൊക്കെ ഒരു വഴിയാണ്. ഓജോ പോ. അതെ, ഞാൻ നോക്കണോട്ടോ. ഇതെന്താ പുളികം കയറിയോ? പണ്ഡിതം തന്നെ. എന്താ കാണിക്കണേ? ഇങ്ങനൊന്നും അല്ല. പിന്നെ നമ്മുടെ ഈ വിരൽ ഇവിടെ വെച്ച് ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് 3 പ്രാവശ്യം പറയണം. അപ്പൊ ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഒന്നില്ല. അങ്ങനെ പെട്ടെന്നൊന്നും വരത്തില്ല. ഒന്നൂടെ വിളിക്കും, ഉറപ്പായിട്ടും. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. വന്നോ ചോദിക്കും. പേര് പേരെന്തോ? ലക്ഷ്മി. ലക്ഷ്മി. ഞാൻ ലക്ഷ്മി, ലക്ഷ്മി പ്രകാശൻ. നല്ല ഉഗ്രൻ ചരക്കിനെ പ്രതീക്ഷിച്ചോണ്ടിരിക്കല്ലായിരുന്നു. ദൈവം ഉണക്കമീൻ നിൽക്കുന്നു. ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ലക്ഷ്മി പ്രകാശൻ. ചേട്ടാ, ഞാൻ എവിടാ ചേട്ടാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത് ദുബായ്. ദോണ്ടാ ഇതല്ലേ ഓജോ ബോർഡ്? ഇത് കളിച്ചതിനെ വിളിച്ചു വരുത്തിയതാ. ദുബായോ? ഓജോ ബോർഡോ? അപ്പൊ ഞാൻ മറിച്ചോ ചേട്ടാ? ഞാൻ അവിടെ ഗുജറാത്തിൽ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്തായി എനിക്ക് വരത്തില്ല. പ്രേതമുള്ള ഒരു മണ്ടനാൻ തോന്നി. ചത്തത പോലും അറിഞ്ഞിട്ടില്ല. നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. നമുക്ക് ഇവിടുത്തെ പണി മൊത്തം കൊണ്ടാ. ആദ്യം അവനോട് തുണി എടുത്തു കൊടുക്കും. ജീവിച്ചിരുന്നപ്പോ കഷ്ടപ്പാട്, മരിച്ചപ്പോഴും കഷ്ടപ്പാട്. അങ്ങോട്ട് ശക്തിയായിട്ട് തേച്ചൊരു ചക്കരക്കട.
ചേട്ടാ തൂക്കടാ. പ്രകാശ ഇതൂടെ നാരികള് ഒരു മാസത്തിന്റെ പണി ഒരാഴ്ച ചെയ്യിപ്പിച്ച് തേണ്ടികള് അപ്പൊ ഞാൻ ചത്താണല്ലേ? യെസ്, ഞാൻ ചത്ത. തന്നെ അസോസിയേഷൻ ഒന്നും കണ്ടിട്ടില്ലല്ലേ? എന്റെ പൊന്നു ചേച്ചി, ഞാൻ ഇന്നലെ ചത്തത്. പിന്നെ എങ്ങനെയാ ചത്തത് എനിക്ക് വരത്തില്ല. പിന്നെ അസോസിയേഷൻ. ചേച്ചിന്റെ പേരെന്താ? ലക്ഷ്മി, മഹാലക്ഷ്മി. ഓ, ഞാനും ലക്ഷ്മി പ്രകാശൻ. പിന്നെ ചേച്ചി എങ്ങനെയാ ചത്തത്? അതൊരു വലിയ കഥയാടാ. ഞാൻ ഈ ലോക സിനിമയൊക്കെ കണ്ടിട്ട് നീല ചേച്ചിയുടെ പോലെ വലിയ സൂപ്പർ പവർ ഒക്കെ കിട്ടാൻ വേണ്ടി ഒരു വവ്വാലിന്റെ കാട്ടിൽ പോയിരുന്നതാ. ഒരു ചാവാലി പെട്ടുവന്നെ കടിച്ചടാ. ഞാൻ പേ പിടിച്ചാ ചത്തത്. ഈ കഷ്ടത്തിലും ഭേദം ഞാനായിരുന്നു. നീ പറഞ്ഞ പണിയൊക്കെ എടുത്താ? ആ ഒരു പാത്രം കറി, തുണി കറി എല്ലാം കറി. ഇത് പൊട്ടം കളിക്കുന്ന. അതെ, ഞാനിപ്പോ പുറത്തോട്ട് വരും. തിരിച്ചു വരുമ്പോ എനിക്കൊരു മൊറോക്കൻ മസാജ് ആണ്. ഓക്കെ? മൊറോക്കൻ മസാജ്? നീ എന്താണ് ഇവിടുത്തെ ആസ്ഥാന ബംഗാളിയാ? ആ ചേച്ചി, എന്ത് ചെയ്യാൻ? ഇവിടുത്തെ പണിയെല്ലാം ചെയ്യുന്നു. പാത്രം കയറണം, ബാത്റൂം കയറണം. ഈ പോയി തണ്ടിയില്ലേ, ഇവന്റെ ഷഡ്ഡി വരെ കയറണം. എടാ പോങ്ങോ, നമ്മള് മനുഷ്യരല്ല, നമ്മള് പ്രേതങ്ങളാണ്. നമ്മൾ വേണമെങ്കിൽ മനുഷ്യന്മാരെയൊക്കെ പേടിപ്പിക്കാൻ. ഇവിടത്തെ ഒരുത്തനെ ഞാൻ കഴിഞ്ഞ ദിവസം ബോധം കെടുത്തിയുള്ളൂ. എടാ, ബേസിക്കലി എല്ലാ പ്രേതങ്ങൾക്കും ഒരു യൂണിക് പവർ ഉണ്ടാവും. അതൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ തിരിച്ചറിയണം. എടാ, നീ ഇപ്പൊ ഫ്രഷർ കാറ്റഗറി ആയതുകൊണ്ടാണ്. നമ്മുടെയൊക്കെ സൂപ്പർ സീനിയർ ഇല്ലേ നീല ചേച്ചി, പുള്ളിക്കാരിക്ക് പെടാൻ പവേഴ്സ് അല്ലേ ഇപ്പോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് റിവെഞ്ച് ചെയ്യണം ചേച്ചി. അമ്മ എനിക്ക് പേടിപ്പിച്ച് തൂരിപ്പിക്കണം ചേച്ചി. അവൻ്റെ ഒരു മൊറോക്കൻ മസാജ്. ഇപ്പോഴാണ് നീ ഒരു പ്രേതമായത്. നിനക്ക് ഇവിടുത്തെ ചേച്ചി ഉണ്ടടാ. ശരിയായി. ഇവിടെ എന്താണ് ഇത്? കേട്ടിട്ട് എന്നെ പേടിയാണ്. ഇവര് വല്ല തോന്നിയതായിരിക്കൂടാ. അല്ലടാ, ഇവൻ പറഞ്ഞതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ട്. എടാ, ഇവൻ ഇവിടെ വെച്ച് കണ്ടതും താഴെ വെച്ച് കണ്ട ഒരു പെണ്ണിനെ ഇവിടെ വന്നാണ്. ഉണക്കമത്തി പോലത്തെ ഒരു പ്രകാശനും. ഇവിടെ വേറെ ആരും ഉണ്ട്. എടാ, ഇതിങ്ങനെ പോയാൽ ശരിയാവൂലടാ. അവനെ പറഞ്ഞു വിടണം. അത് നമുക്ക് അറിയാനും പാടില്ല. എന്ത് ചെയ്യൂടാ? ഒരു വഴിയുണ്ട്. വല്ലാർപാടമാർക്കി. എന്ത് വല്ലാർപാടോ? ഉള്ളി നാട്ടിലെ ഒരു മെയിനാ. ഇതുപോലെ ബാധയൊക്കെ ഒഴിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ദുബായിലുണ്ട്. ഇപ്പൊ പേര് ജബലലി വർക്കി. എവിടെ അവൻ? എവിടെ? വേഗം വിളി. പേടിക്കുന്ന മക്കളെ, ഞാൻ എത്തി. ഇത് കഴിഞ്ഞിട്ട് വേണം ഷാർജയിൽ 2 വാതൊഴിപ്പിക്കാൻ. എവിടെ? ഓം ഹ്രീ വയ്യേ അസ്ത്രസ്ഥരായാലും പെട്ടെന്നായിക്കോട്ടെ സ്വാമിജി. വേഗം വിളി, അവനെ വിളി. സ്വാമി, അവൻ മാത്രമല്ല, ഒരു അവളും കൂടി ഉണ്ട്. രണ്ടുപേരോ? കുഴപ്പമില്ല, ഇതുകൂടും. മാറണോ മറന്നയോ, യക്ഷിയോ ചാത്തനോ, വിളിക്കുന്നത് ഞാനാ. മുന്നോട്ട് വാ, ധൈര്യം ഉണ്ടെങ്കിൽ. ലക്ഷ്മി പ്രകാശൻ. കുടിച്ചതനോ? എന്റെ പാവരിപ്പം കാണിച്ചാറാ നിന്നെ, ബർക്കിന്റെ മോനെ. എന്താണ്? എനിക്കൊരു കഴിവില്ലല്ലോ. നിന്നേക്ക് ഞാൻ ഇപ്പം കാണിച്ചാറാടാ. ചേച്ചി വാ.
കൂടെ കൂട്ടുകാരി കുഞ്ഞിന് തിറ്റ കൊടുക്കുക. മക്കളെ ഇത് വളയൊക്കെയാണോ വേഗം രക്ഷപ്പെട്ടടാ. ചേച്ചി അവന് ഉദ്രവിക്കില്ല ചേച്ചി, ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചാൽ മതിയായിരുന്നു. ഞാനൊന്നല്ല ഇത് ചെയ്യണേ, നിനക്കറിയൂടെ, എനിക്ക് വെറുതെ മിന്നി മായാനൊക്കെ അറിയുള്ളൂ. വീഡിയോ ചേച്ചി വീഡിയോ ചേച്ചി എന്റെ സ്വന്തം ചേച്ചി, ഞാൻ പാവണ ചേച്ചി. ചേട്ടാ ഇത് ഞങ്ങളല്ല, ഇത് വേറെ ആരോ. നിന്റെ അച്ഛൻ ഇറങ്ങി പോടാ. ഇവിടെ നമ്മളിന്നത് വേറെ ആരാണുണ്ടാ ചേച്ചി. അയ്യോ പാലോ? അപ്പൂപ്പ ലാറ്റുള്ളത് ആരാ? പെരുമാണോ? മോളെ ഇങ്ങി വാ. ആ വരൂ അപ്പൂപ്പ, ഞാൻ ഇപ്പൊ വരാം.